ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് മറ്റന്നാളാണ്. പരസ്യപ്രചരണം ഇന്ന് വൈകിട്ടാണ് അവസാനിക്കുക. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള സീമാഞ്ചൽ മേഖലയിലെ 57 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക അവസാനഘട്ട തെരഞ്ഞെടുപ്പിൽ. ഇതിൻ്റെയൊക്കെ വിവരങ്ങളുമായി മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. മനു, രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത്. അതിൻ്റെ അവസാന ഘട്ടം ഇന്ന് കൊട്ടിക്കലാശം. മറ്റു വിശദാംശങ്ങൾ. അജിംഷാദ്, മധുബാന, സഹർഷ അടക്കമുള്ള 9 ജില്ലകളിലെ 57 മണ്ഡലങ്ങളിലായാണ് 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൻ്റെ പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കൾ നേരിട്ടെത്തിയാണ് NDAക്ക് വേണ്ടി ഇന്ന് ബീഹാറിൽ പ്രചാരണം നടത്തുന്നത്. അതേസമയം മഹാസഖ്യത്തിന്റെ പ്രചാരണത്തിനും നല്ല രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഒരുക്കിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും ഉള്ളത്. ഇതിൽ പ്രത്യേകിച്ച് സീമാഞ്ചൽ അടക്കമുള്ള ഗയ അടക്കമുള്ള മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലാണ് 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നതിനാൽ തന്നെ മഹാസഖ്യത്തിനാണ് പൊതുവെ സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഹരിയാനയിൽ ഉണ്ടായ ദളിത് കൊലകൾ, രാജ്യത്ത് വളരുന്ന ഇത്തരത്തിലുള്ള അസഹിഷ്ണുതകൾ അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ബീഫ് വിഷയങ്ങൾ അടക്കമുള്ളവ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഈ 5ാം ഘട്ട വോട്ടിങ്ങിനെ ആയിരിക്കും. അതിനാൽ തന്നെ BJPയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടായിരിക്കും ഈ 5ാം ഘട്ട തെരഞ്ഞെടുപ്പ് എന്നതും വ്യക്തമാണ്. ഇന്നലെ വന്ന UP പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം അടക്കമുള്ളവ BJPക്ക് കനത്ത തിരിച്ചടി ഏകിയിരുന്നു. ഇതിന്റെ ഒരു പ്രതിഫലനം ഈ 5ാം ഘട്ടത്തിലും ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ് മഹാസഖ്യം ഉള്ളത്. നിതീഷും ലാലുവും അടക്കമുള്ളവരുടെ വലിയ തന്ത്രങ്ങൾ 5ാം ഘട്ടത്തിൽ നല്ലൊരു പ്രതീക്ഷ മഹാസഖ്യത്തിന് നൽകുമെന്നാണ് മഹാസഖ്യത്തിലെ എല്ലാ മുന്നണികളും അടക്കമുള്ളവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും പരസ്യ പ്രചാരണത്തിന് കൊഴുപ്പേകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇന്ന് ബീഹാറിലെത്തി നേരിട്ട് പ്രചാരണം നടത്തുന്നുണ്ട്. ഈ പരസ്യ പ്രചാരണങ്ങൾക്ക് അവസാനം കുറിക്കുന്നതിന് മുമ്പായി വലിയൊരു മുന്നേറ്റം നടത്തുവാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ ഇത് സാധ്യമാകുമെന്നുമാണ് NDA പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ബീഫ് വിഷയങ്ങൾ അടക്കമുള്ളവ, പ്രത്യേകിച്ച് ഹരിയാന ദളിത് കൊല അടക്കമുള്ളവ സീമാഞ്ചൽ മേഖലയിൽ കൂടുതൽ പ്രതിഫലിപ്പിക്കാനാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. കഴിഞ്ഞ 4 ഘട്ട തെരഞ്ഞെടുപ്പുകളിലും 50% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. 4ാം ഘട്ടത്തിൽ 57% റെക്കോർഡ് പോളിംഗ്. മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്.